ഇത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ പൂച്ചയാണ്. ഇവിടെ വരും. ഇവിടെ ഈ എൻ്റെ ഹസ്ബൻഡ് ബീഫ് കറി ഉണ്ടാക്കണതാണ്. അതിൻ്റെ മണം പിടിച്ച് ഇവിടെ വന്ന് കിടക്കുകയാണ്. അതിനാണെങ്കിൽ കുറേ നാളായിട്ട് വയറിളക്കമാണ്. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അപ്പി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണതാണ്. വയറിളക്കത്തിൻ്റെ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇനി അത് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം വേരയുടെ മരുന്ന് കൊടുക്കാൻ. അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ പൂച്ചയാണ്, ഞങ്ങളുടെ പൂച്ചയൊന്നുമല്ല. അതിവിടെ വെറുതെ വന്ന് കിടക്കുകയാണ്. ചിക്കൻ്റെ മണം കേട്ടാൽ വരും, മുട്ട വറുക്കണ മണം കേട്ടാൽ വരും. ഞങ്ങളുടെ പൂച്ചയാണെങ്കിൽ മുട്ടയും തിന്നില്ല, ചിക്കനും തിന്നില്ല. ആകെ മറ്റേ പൂച്ചയുടെ ഫുഡുണ്ടല്ലോ, വിസ്കാസ് എന്ന് പറയണ ആ ഒരു കമ്പനിയുടെ, അത് മാത്രമേ കഴിക്കുകയുള്ളൂ. ഈ പൂച്ചയാണെങ്കിൽ എല്ലാം കഴിക്കും. അപ്പോൾ അതിന് കുറച്ച് മുമ്പ് മുട്ട ഇട്ട് കൊടുത്തുള്ളൂ. അത് അങ്ങോട്ട് പോണേ. ഇനി ഇത് കാണിക്കണത് ചിക്കൻ കറിയാണ്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കണതാണ് ചിക്കൻ കറി. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വെള്ളപ്പൂച്ച ഇവിടെ വന്ന് കിടന്ന്, ഇത് ഞങ്ങളുടെ പൂച്ചയാണ്. അതാണെങ്കിൽ ചിക്കനും തിന്നില്ല, ഒരു സാധനം തിന്നില്ല, വിസ്കാസ് മാത്രമേ തിന്നുള്ളൂ. അതിവിടെ വന്ന് കിടക്കുകയാണ്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ കറിയുടെ വീഡിയോ. ഇതിലാണെങ്കിൽ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവാള അങ്ങനെ പലതും കൂടിയിട്ട് വഴറ്റി, കടുക് വറുത്തിട്ട്, എണ്ണയിൽ കടുക് വറുത്തിട്ട് അതിങ്ങനെ ഇട്ട് വഴറ്റും. എന്നിട്ട് വേവിച്ച് വെച്ച ബീഫ് കറി ഇതിലോട്ട് തട്ടിയിട്ട്, പിന്നെ മറ്റേ ഇത് മസാലപ്പൊടിയില്ലേ, മറ്റേ ഗരം മസാലയും കൂടി ഇട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് എടുക്കും. അങ്ങനെയാണ് ഹസ്ബൻഡ് ചെയ്യണത്. വെള്ളപ്പൂച്ചയുടെ വീഡിയോ തന്നെ പിന്നെ വന്നിരിക്കുകയാണ്. വെള്ളപ്പൂച്ച കിടക്കണ റോസ് നിങ്ങളൊന്ന് കാണും കൂട്ടുകാരെ. അത് ഭയങ്കര മടിച്ച് പൂച്ചയാണ്, എപ്പോഴും കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യണത്. ഞങ്ങളുടെ വീട്ടിൽ ആരും ഉപദ്രവിക്കില്ല, പക്ഷെ അസൂയുണ്ട്. ഞങ്ങൾ വേറെ പൂച്ചകളെ കൊഞ്ചിക്കണമെങ്കിൽ അതിന് ഭയങ്കര അസൂയാണ്. വേറെ ഉപദ്രവമൊന്നുമില്ല അതിനെ കൊണ്ട്. വീട്ടിൽ അപ്പിയുടെ മൂത്രം ഒഴിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. അത് പുറത്ത് കാട് പോലെയുള്ള സ്ഥലമുണ്ട്, അവിടെ പോയാണ്